ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നോമ്പ് 29. നാളെയാണോ മറ്റന്നാളെയാണോ പെരുന്നാളോ എന്നൊന്നും അറിയില്ല. എങ്കിലും നമ്മൾ ഈ 29 നോമ്പ് ആകുമ്പോൾ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ രാത്രിയെ അറിയാൻ പറ്റുള്ളൂ പെരുന്നാൾ എപ്പോഴാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലീനിങ് നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരു വ്ളോഗായിട്ട് കാണിച്ചു തരുന്നത്. ചെറിയ ചെറിയ കുറച്ച് സംഭവങ്ങൾ. സമയം ഇപ്പം തന്നെ 3 മണി ആയിട്ടുണ്ട്. അപ്പം ഈ ഇവിടെ നിന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് പോയാൽ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് രാത്രി പെരുന്നാളിൻ്റെ കാര്യം അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകാനുണ്ട്, അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമേ നമുക്ക് നമ്മളെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പിറകു വശമൊക്കെ നന്നായിട്ട് ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കിച്ചൺ ആണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് മടിയൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളും. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഓൾറെഡി കഴുകി വെച്ച പാത്രമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ എവിടെയാണോ വെക്കേണ്ടത് അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകാൻ പറ്റും. ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം, അതായത് നമ്മുടെ ഈ ബേസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം. ഇത് ഇപ്പോൾ ആവശ്യത്തിന് വാങ്ങിച്ച പുതിന ഇലയാണ്. അപ്പം ഇത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാതെ ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ ഇലയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിക്കും. എന്നിട്ട് ഇതിൻ്റെ കമ്പൊക്കെ ഇല്ലേ അതൊന്നും കൂടെ വേര് വരാനായിട്ട് ഞാൻ കട്ട് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേര് വരണമെങ്കിൽ അത് അനക്കാതെ അങ്ങനെ ഞാൻ വെച്ചിരിക്കും. നമ്മൾ ഓൾറെഡി വേര് പിടിപ്പിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സെയിം ഞാൻ വെച്ചിട്ടുണ്ട്. പുതിനയില നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മളൊരു ടിന്നിലടച്ച് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിരുന്നു, അതവിടെ കുറച്ച് ദിവസം ഇരിക്കും, കുഴപ്പമില്ലാതിരിക്കും. ഇനി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി പാത്രം കഴുകലാണ്. അപ്പോൾ ഈ പാത്രവും കൂടെ കഴുകി കഴിഞ്ഞാൽ അടുക്കള കാര്യം ഓക്കെ ആവും. അപ്പോൾ കിച്ചൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇറച്ചിയൊക്കെ തലയ്ക്കെന്നേ വാങ്ങിച്ച് വെക്കും. ഇതിപ്പോൾ 29 നോമ്പായെങ്കിലും നമുക്ക് 30 നോമ്പാണോ 29 നോമ്പ് ആണോ എന്നൊന്നും കൺഫേം അല്ല. അതുകൊണ്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴുകി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാത്രിയെ ഞാൻ ഇനി ബാക്കി എന്തിനാണോ പരിപാടി എന്നുള്ളത് ചെയ്യുള്ളൂ. അപ്പം നീ ഇറച്ചി കഴുകി വെച്ചിട്ട് വേണം അടുത്ത ഇനി ഉള്ളിയും അതൊന്നും ഞാൻ തൊലിച്ചിട്ടില്ല. അതൊക്കെ ഇനി നമ്മൾ രാത്രി പെരുന്നാളാണെന്ന് അറിഞ്ഞതിന് ശേഷം തൊലിക്കാമെന്ന് കരുതി. അപ്പോൾ ഇറച്ചിയും കഴുകി ഊറ്റാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ടേ ഫ്രിഡ്ജിൽ വെക്കുകയുള്ളൂ. ബീഫും ചിക്കനുമാണ് കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്യാനും ബീഫ് കറി വയ്ക്കാനുമായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ പെരുന്നാളാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഒരു പരിപാടിക്ക് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് ചെയ്യാനുള്ളത് നമ്മളെ ബാൽക്കണിയിൽ കുറച്ച് വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കണം. കാരണം കാക്കയും പല്ലിയും കൂടെ ചേർന്ന് നന്നായിട്ട് കുളമാക്കിയിട്ടുണ്ട്. ഞാൻ മുകളിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മളെ ഒരു നാടൻ റോസില്ലേ അത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. ഓൾറെഡി ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നശിക്കാറായി നിൽപ്പുണ്ട്. പക്ഷെ ഒരു നാടൻ റോസ് ഇതായിട്ട് വരുന്നുണ്ട്. നോക്കാം, നമുക്കിത് രക്ഷപ്പെട്ട് വന്നാൽ ഇത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ റോസ് വാങ്ങിച്ച് വെക്കാം. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ കഴുകി, അല്ലാതെ എല്ലാം ഉണങ്ങി, വെയിൽ നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് ഉണങ്ങി ഇപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി. നമ്മളെ ഈ റോസിലില്ലേ താഴെ നിന്നൊക്കെ പുതിയ ഷൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റോസിൽ നല്ല നമ്മൾ ഈ ഒരു റോസ് വളർത്തുമ്പോൾ താഴെ നിന്ന് പുതിയ ഷൂട്ട്സ് വന്നാൽ മാത്രമേ അത് നല്ല ബുഷിയായിട്ട് നിൽക്കുള്ളൂ. അപ്പം അത് അടിയിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുണി കഴുകലാണ്. തുണി ഒരുപാട് കിടപ്പുണ്ട്. അപ്പം ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് ഇനി കുറേ തുണി ആവും. അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സർഫിലൊന്ന് താഴ്ത്തി വെക്കാം. എന്നിട്ട് താഴത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വന്നത് കഴുകിയിടുള്ളൂ. അതുപോലെ നമ്മുടെ ടെറസിൽ നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് തുണി കഴുകാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലാണ്. ഒന്നിന് രാത്രി അല്ലെങ്കിൽ വെളുപ്പിലേക്ക് വന്ന് കഴുകണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സർഫിൽ താഴ്ത്തി വെച്ചിട്ട് താഴോട്ട് പോകാം. നമ്മൾ ഏറ്റവും മേളിലാണ്. ഇവിടെ തന്നെ കഴുകി നമുക്ക് അശ ഇവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ വിരിച്ചിടാൻ സൗകര്യമുണ്ട്. ഇതിനിടയിൽ ഞാൻ വാഷിംഗ് മെഷീനും അവിടെയൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസിൽ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി. കുറച്ച് പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഓൾറെഡി ഞാൻ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ്. കുറച്ച് പൊടിയെ കൊണ്ട് ഇതൊക്കെ തൂത്തുവാരി കളഞ്ഞു. ഇനി താഴോട്ട് നമ്മൾ പടിയുന്നേ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. തുടയ്ക്കാനൊന്നും പറ്റില്ല, ഇത്രയും ഇതൊന്നും എനിക്ക് തുടയ്ക്കാനുള്ള സമയമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് താഴെ കിച്ചണിൽ കുക്കിംഗ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം തൂത്തുവാരി വൃത്തിയാക്കാം. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. പെരുന്നാൾ നാളെ തന്നെയാണെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് സവാള ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട്, ഒന്ന് തൊലിച്ച് പറക്കി വെക്കണം.
കുറച്ച് ലേറ്റായി, ഇപ്പം ലേറ്റായി എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം പെരുന്നാളാണെന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം കുക്കറിലാണ് ഇട്ടത്. കുക്കർ എന്നെ ചതിച്ചു, കാരണം വിസിൽ വന്നില്ല. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. സമയം 10 മണിയായിട്ടുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് വിസിൽ വരാത്തതിൻ്റെ കാരണം കൊണ്ടൊക്കെ ഓരോന്ന് ചെയ്ത് വന്നപ്പോൾ ലേറ്റ് ആയത്. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ, നല്ല വിശപ്പുണ്ട്. ബാക്കി ഒരു സെക്ഷൻ ചിക്കൻ ഫ്രൈ നമ്മൾ കഴിച്ചു തീർന്നു, കാരണം നമ്മൾ വിശന്ന് നിന്നതുകൊണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ചിക്കൻ ഫ്രൈ നാളത്തേക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫൈനലി കിച്ചൺ വർക്ക് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി, നാളത്തേക്കുള്ള കാര്യങ്ങൾ വരെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മാക്സിമം ഉള്ളതെല്ലാം ഞാൻ താഴെയും ക്ലീൻ ചെയ്തു, എല്ലാം ശരിയാക്കിയിട്ടിട്ടുണ്ട്. മണി 10:45 പക്ഷേ ഇനി എനിക്ക് കയ്യിൽ മൈലാഞ്ചിരണം. നമ്മൾ നേരത്തെ താഴ്ത്തി വെച്ച തുണി മേളിലിരിപ്പുണ്ട്, അപ്പം അതിനും കഴുകിയിടണം. ഇപ്പം നമ്മൾ ഓൾറെഡി ഞാൻ വൈകുന്നേരം തന്നെ ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് തുണിയും തുണി കഴുകിയിടാതെ എനിക്ക് മൈലാഞ്ചിടാൻ പറ്റില്ല. അപ്പം രാത്രി പണി 10:45 ആയിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വന്നപ്പം ലേറ്റായി. അപ്പം 1:45 ഞാൻ മൈലാഞ്ചി ഇട്ടത്. ജസ്റ്റ് ഒന്ന് ഇരുട്ടത്തിട്ടു, 2:30 വരെ ഇരുന്നു. എന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെ 6:15 അലാറം വെച്ച് എണീറ്റു. എന്നെ മൈലാഞ്ചി കാണിച്ചു തരാം. നന്നായിട്ട് ഉണങ്ങി കയ്യിലിങ്ങനെ ഇത് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കളയണം. പിന്നെ നമ്മൾ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. താഴെ മൈലാഞ്ചിയൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് താഴെ പോകാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് മൈലാഞ്ചിയൊക്കെ ഇളക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ മൈലാഞ്ചി കണ്ടില്ലേ, ഇപ്പോൾ ഓറഞ്ച് കളറിലാണ് ഇരിക്കുന്നത്. ഉച്ചയാകുമ്പം ഇത് ഞാൻ വീണ്ടും കാണിച്ചു തരാം. അത്രയ്ക്ക് കളർ വ്യത്യാസം വരും. അങ്ങനെയാണ് എൻ്റെ കൈക്ക് ഇടുമ്പോൾ, അങ്ങനെയാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. ഇനി നേരെ താഴെ പോയി രാവിലത്തെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് അവർ വന്നതിന് ശേഷം ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നമസ്കരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഫുഡ്. പൊറോട്ട, പാലാട, ഫ്രൈ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ കൈയുടെ വീഡിയോ എടുത്തതാണ്. ആ കളർ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഈ ഓറഞ്ച് കളർ ഇരുന്നത് ഈ ഒരു കളറിൽ എത്തിയിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേക്കും കറുകറാന്നാവും. അപ്പോൾ ഈവനിങ് നമ്മളൊരു 6-7 മണിയായപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ശംഖുമുഖത്തോട്ടാണ് പോയത്. നല്ല ട്രാഫിക് ജാം ആയിരുന്നു. അതുപോലെ ചൂടും, നമുക്ക് സഹിക്കാൻ വയ്യാത്തത്ര ചൂടാണല്ലോ ഇപ്പോഴ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി പിള്ളേരെ പാർക്ക് കണ്ടായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയതാണ്. ഇവിടെ കയറിയപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹൊറർ ഹൗസ് എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ കയറുന്നത്. അവർ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടായിരുന്നു, അതൊക്കെ പോകണം, സെൻസറിങ്ങിലാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഈ കയറി പോകുമ്പോൾ ഫുൾ ഇരുട്ടാണ്. പെട്ടെന്ന് ഈ സെൻസറിങ്ങിൽ ഇതിങ്ങനെ ചാടി വരുമ്പോൾ നമ്മൾ അറിയാതെ അബദ്ധത്തിൽ പേടിച്ച് പോവും. ഇതല്ലാതെ തന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെറ്റ്സിനൊക്കെ എടുക്കുന്ന സംഭവം, അതിനെ ഓൾറെഡി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിഷ് സ്പാ, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അധികം നേരം നിന്നില്ല, കാരണം ഭയങ്കര ചൂട്. ഇപ്പോൾ നിൽക്കുന്നത് ലുലു മോളിലാണ്. കാരണം അവിടെ സഹിക്കാൻ വയ്യാതെ ചൂടാണ്. നമ്മൾ ചൂടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എൻജോയ് ചെയ്യാൻ പോയതാണ്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലുലു മാളിലോട്ടൊന്ന് കയറി ജസ്റ്റ് കൂളാവാൻ വേണ്ടി മാത്രം. ഇനി ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. വീട്ടിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുറച്ച് റിലാക്സേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ട് അവിടെ കയറിയതാണ്. അപ്പോൾ നമ്മളെ പെരുന്നാളൊക്കെ ഇങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെയാണ്. ചില സമയത്ത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.